ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പോർഷനിലാണ് എൻട്രി എടുത്തത്. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്ന റെഡ് ക്യാൻഡിലിൻ്റെ മേളിലാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിയതായിരുന്നു. സെയിം എൻട്രി പോയിൻ്റ്, സെയിം ട്രേഡ് ആയിരുന്നു. മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ട് ലോസ് കാണിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്ത് വെച്ചത്. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ തന്നെ ഞാനത് കണ്ട ഉടനെ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്ത്. സെയിം ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന ക്യാൻഡിലില്ല, ആ റെഡ് ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് നെക്സ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ട്രേഡ് എൻട്രി എടുത്തത്. താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടും പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അപ്പോഴും നെഗറ്റീവില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് തെറ്റുപറ്റി, നിഫ്റ്റിയാണ് ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, അതൊരു കെയർലെസ് വന്നാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഏതായാലും നമുക്ക് പ്ലേസ് ചെയ്തേക്കാം. ട്രേഡേഴ്സ് 430 നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ്. 394 395 ആവറേജ് നമ്മളുടെ ഇതിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നതേ. നമുക്ക് കുറച്ച് സമയത്തിന് ശേഷമാണ് നമുക്ക് ട്രേഡിൽ എൻട്രി എടുക്കാൻ സാധിച്ചത്. ഈ ഒരു ലെവലിലായിരുന്നു എൻട്രി നമ്മൾ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ രണ്ടാമത്തേൽ ഈ ഒരു പോർഷൻ എത്തിയപ്പോഴാണ് നമുക്ക് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കാൻ പറ്റിയത്. സോ ഒരു 7000-ൻ്റെയാണ് ആക്ച്വലി നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഒരു നമ്മളുടെ കയ്യിൽ നിന്ന് തെറ്റ് വന്നാണ് നമ്മൾ ആ നിഫ്റ്റിയെ ബൈ ചെയ്ത് വെച്ചത്, നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചത്. അത് ഞാൻ ശ്രദ്ധിച്ചുമില്ല. എൻ്റെ കയ്യിൽ ലാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ, നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മളുടെ എല്ലാം സെറ്റായി, മാർക്കറ്റ് നമ്മളുടെ സ്ട്രാറ്റജി റെസ്പെക്റ്റ് ചെയ്ത് ആ റെഡ് ക്യാൻഡിൽ വന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തു. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ മാർക്കറ്റ് ഫോളോ ചെയ്തു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അപ്പോഴും നെഗറ്റീവ് 1000 rupees ലോസ്. അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ബൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നിഫ്റ്റി ആയിരുന്നു. സോ പിന്നെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, മേളിലോട്ട് വരാൻ. ഞാൻ പിന്നെ എക്സിറ്റ് ചെയ്ത് പിന്നെ വെയിറ്റ് ചെയ്തിരുന്നു. ഇനി മാർക്കറ്റ് മേളിലേക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ മേളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു സെൽ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു. മാർക്കറ്റ് തിരിച്ച് നമുക്ക് നേരത്തെ നമ്മൾ സെല്ല് ചെയ്യേണ്ട പോർഷനിലെത്തിയപ്പോഴത്തേക്കും മാർക്കറ്റിൽ ഞാനൊരു സെൽ എൻട്രി എടുത്തു. 55,700 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. 150 ക്വാണ്ടിറ്റി. സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന സെയിം, നമ്മൾ ആദ്യം എൻട്രി ഉദ്ദേശിച്ചിരുന്ന ക്യാൻഡിലിൻ്റെ ഹൈയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. സോ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 100 പോയിൻറ്റ്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല. ഓവറോൾ ഒരു 5,000 പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിലോ, അല്ലെങ്കിൽ ഓവറോൾ ഈ ഒരു 5,000-ൻ്റെ പ്രോഫിറ്റ് കാണിച്ചാൽ ഞാൻ ട്രേഡിൽ നിന്ന് ഇറങ്ങും. വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ ആകുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ എടുക്കേണ്ട ട്രേഡായിരുന്നു. അത് നമുക്ക് തെറ്റുപറ്റി എടുത്തുകൊണ്ട് നമ്മളൊരു ഓവറോൾ ഒരു 5,000, അപ്പോൾ അതൊരു 6,000 7,000 അടുപ്പിച്ചുള്ളൊരു പ്രോഫിറ്റായിട്ട് തന്നെ കണക്കൂട്ടേണ്ടി വരും. കാരണം ഇവിടെ നിന്ന് എൻ്റെ ഒരു കൺവിക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡൗൺഫോളും കൂടെ ചെയ്തതിന് ശേഷം അപ്സൈഡ്, ഇന്നൊരു അപ്സൈഡ് മൊമെൻറ്റം പോസിബിൾ, ഒരു ലൈറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം എങ്കിലും മിനിമം പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഞാൻ അപ്സൈഡിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ന് വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വ്യൂ മാറി. ഞാൻ ഒരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് 150 ക്വാണ്ടിറ്റി. ഒരു ആവറേജ് നമുക്ക് 430.57 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വെയിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്, വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. ഞാൻ ബാസ്ക്കറ്റ് ഓർഡറിൻ്റെ അകത്ത് ഞാൻ പ്രീമിയം ആഡ് ചെയ്ത് വച്ചേക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഒരു ബൈയും സെല്ലും ഞാൻ 2 ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, കാരണം എളുപ്പത്തിൽ ബൈ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം തെറ്റ് പറ്റരുത് എന്ന് വിചാരിച്ച്. അപ്പം ഇത് എൻ്റെ കയ്യിൽ നിന്ന് എപ്പോൾ ആഡായിരുന്നാണെന്ന് അറിയത്തില്ല. ഞാൻ നിഫ്റ്റി ട്രേഡ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വല്ല കാലത്തും എപ്പോഴെങ്കിലും ഒരു സമയത്തോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എക്സ്പയറി ഡേയിലോ വല്ലതും ആയിരിക്കും നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് എടുക്കാറ്. അങ്ങനെ എപ്പോഴും ആഡ് ചെയ്ത് വെച്ച് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് തോന്നുന്നു. അത് കണ്ടതേ ഇല്ല. നമ്മൾ സെല്ല് ചെയ്യാൻ നേരത്ത് ഞാൻ ഓർത്ത് ഞാൻ ഇന്ന് രാവിലെ ആഡ് ചെയ്ത് വെച്ച പ്രീമിയമാണ് ഇരിക്കുന്നതെന്ന്. സോ അത് സാരമില്ല. അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. തെറ്റ് പറ്റാത്തവരാരുണ്ട്, കൊച്ചു മുതലാളി എന്ന് പറയുന്ന സാധനമാണ്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഏതായാലും നമ്മളുടെ ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു 500-600 ലോസ് ഉണ്ട്. ഓവറോൾ ഒരു 5,000, അല്ലെങ്കിൽ ഒരു 5,000 പ്രീമിയം വൈസ് ആണെങ്കിലും ഒരു 5,000 പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ബുക്ക് ചെയ്ത് ഇറങ്ങാം ഈ ട്രേഡിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഓക്കെ, ഇന്നിപ്പം ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഇനി നാളെ വരത്തരുത്. ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി തിരക്കും കൂടി ആയിരുന്നു ഇവിടെ, മറ്റുള്ള കാര്യങ്ങളുടെ ഇടയ്ക്കായിരുന്നു ഞാൻ ട്രേഡ് എടുത്തത്. അപ്പോൾ
എന്നെ ഒരാൾ വെളിയിൽ വിളിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെളിയിലേക്ക് പോകാനുള്ള ധൃതിക്ക് എടുത്തതാണ്. പെട്ടെന്ന് കണ്ണിൽ ശ്രദ്ധയപ്പെട്ടതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ലോസ് ബെയർ ചെയ്യേണ്ടി വന്നേനെ. കുഴപ്പമില്ല, ഏതായാലും ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു ഗ്രീനിലേക്കായി വരുന്നുണ്ട്. ഒരു 285 ഓക്കെ ഗ്രീൻ ആയിട്ടുണ്ട്. ചെറിയൊരു 729,000 ഫൈൻ. ഏതായാലും വലിയൊരു വീഡിയോ ആക്കിയിട്ട് കാര്യമില്ല ട്രേഡേഴ്സ്. ഞാനിത് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ഇട്ട് കാണിച്ചു തരാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. സ്റ്റോപ്പ് ലോസ് ഒരു ഇച്ചിരി കൂടുതലാണ്. നമുക്ക് ആ ഒരു തെറ്റങ്ങനെ പറ്റിയത് കൊണ്ടാണ്. സീനില്ല, ഏതായാലും അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. 394ഉം 395 ട്രിഗർ പ്രൈസും. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു 2,000-3,000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു 1,400 പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ്. നോക്കാം, ഒരു 5,000 അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു 6,000 അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ എക്സാക്ട്ലി നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു 50 പോയിൻറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കാരണം അത് ചിലപ്പം എത്തിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ ഇത്രേ ഉള്ളൂ. ഒരു 5,000 അല്ലെങ്കിൽ ഒരു 6,000 അടുപ്പിച്ച് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, എന്നിട്ട് ഇറങ്ങാമെന്നുള്ളതാണ്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. The shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown, while rivers whisper truths as they flow down. Their songs entwined with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient. ട്രേഡേഴ്സ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ആ ഒരു ട്രേഡിൽ നമ്മൾ 6,000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമ്മുടെ ലോസും കഴിഞ്ഞിട്ട് ആ ഒരു 5,000+ ഒരു പ്രോഫിറ്റ് ഇന്നത്തെ ട്രേഡിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റിയാണെന്ന് അറിയത്തില്ല, വീഡിയോയുടെ ഇടയ്ക്ക് റെക്കോർഡിംഗ് പോസായിപ്പോയി. 11:35 നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. 11:35 എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. എക്സാക്ട്ലി ഇവിടെയായിരുന്നു നമ്മളുടെ എൻട്രി വരേണ്ടത്. എക്സാക്ട്ലി നമ്മൾ എടുത്തതിന് ശേഷം നല്ലൊരു ഫോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. 12:40 12:40 ക്യാൻഡിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ എത്തിയപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അങ്ങനെ ഓവറോൾ ആ ഒരു ട്രേഡിൽ 6,000+ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇവിടെയായിരുന്നു നമുക്ക് ആക്ച്വലി ട്രേഡ് എടുക്കേണ്ട. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. അതൊരു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, ആ ഒരു തെറ്റ് വന്നതുകൊണ്ട് നമുക്ക് അവിടെയല്ല, ഈ ഒരു ഏരിയയിലായിരുന്നു. ഇവിടെയായിരുന്നു നമുക്ക് എക്സാക്ട്ലി ട്രേഡ് എടുക്കേണ്ടത്. പക്ഷേ തെറ്റ് പറ്റിയ കൊണ്ട് ഈ നോക്കിയാൽ കാണാൻ പറ്റും,
നിഫ്റ്റി ആയി പോയി നമ്മൾ ബൈ ചെയ്തത്. സോ അങ്ങനെ ഒരു തെറ്റ് പറ്റിയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ താഴത്ത് വന്ന് ട്രേഡ് എടുക്കേണ്ടി വന്നു. കുഴപ്പമില്ല, ഓവറോൾ ഒരു 5000+ ഒരു പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും ലോജിക്കൽ ട്രേഡേഴ്സ്. താങ്ക് യു.